നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂളോബി. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് രസകരമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വെബ്സൈറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഇത് രസകരമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ഇമാജിനറി ആണ്. അതായത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഏകദേശം രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഫോട്ടോസിന് മാജിക്കലി കുറച്ച് വിസ്മയങ്ങൾ തീർക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വെബ്സൈറ്റാണ് OpenAI.com എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ OpenAI.com എന്നുള്ള വെബ്സൈറ്റ് ആദ്യം സന്ദർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 ക്രെഡിറ്റ് കിട്ടും. ആ 100 ക്രെഡിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വിസ്മയങ്ങൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഒരു റൈറ്റിംഗ് പാഡാണ്. റൈറ്റിംഗ് പാഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണുന്ന കാര്യം നിങ്ങൾക്കിവിടെ റൈറ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഐസ്ക്രീം ഈറ്റിംഗ് അനിമൽ. അത് ജസ്റ്റ് വെറുതെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഈറ്റിംഗ് അനിമൽ എന്ന് കൊടുത്തതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഐസ്ക്രീം ഈറ്റ് ചെയ്യുന്ന കുറച്ച് അനിമൽസ്. അതുപോലെ തന്നെ ഞാൻ ഇനി ആലോചിക്കുകയാണ്, എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ഇമേജ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കൊടുക്കുകയാണ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് വിത്ത് ഡോഗ്സ്. പ്ലേയിങ് വീഡിയോ ഗെയിംസ് വിത്ത് ഡോഗ്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ജനറേറ്റ് ചെയ്തപ്പോൾ അത്തരത്തിലുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ കാണുന്ന ഇമേജുകൾ നിങ്ങൾക്ക് ഏകദേശ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നത് സാരം. അതുകൂടാതെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്, അപ്പോൾ നിങ്ങളൊരു ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ഇമേജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഇമേജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗം നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്യുക. അത് ജസ്റ്റ് വെറുതെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇറേസ് ചെയ്താൽ മതിയാകും. അത് ഇറേസ് ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇറേസ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും ഇവിടെ മാജിക് നടക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഇറേസ് ചെയ്ത ഭാഗത്ത് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് വിത്ത് ആനിമൽസ്. ഞാൻ വിത്ത് ആനിമൽസ് എന്ന് കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പലതരത്തിലുള്ള അനിമൽസുമായിട്ടുള്ള ഫോട്ടോസ് എനിക്ക് ജനറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ? അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന ഫോട്ടോസ് കുറച്ച് അനിമൽസുമായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നു വിത്ത് ക്യാറ്റ് എന്ന് കൊടുക്കുകയാണ്. വിത്ത് ക്യാറ്റ് എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ തോളിലൊരു ക്യാറ്റൊക്കെ ഇരിക്കുന്നതായിട്ട് നല്ല ഒറിജിനൽ രൂപത്തിലുള്ള ഒരു ഫോട്ടോസ് അവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂട്ടുകാരെ പറ്റിക്കാനായിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് വിത്ത് ഗേൾ ഫ്രണ്ട് എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാനിവിടെ വിത്ത് ഗേൾ ഫ്രണ്ട് എന്ന് കൊടുത്തു. ഗേൾ ഫ്രണ്ട് എന്ന് കൊടുത്തപ്പോൾ കുറേ പെൺകുട്ടികളുടെ ഇമേജ് എൻ്റെ പിക്ചറിൻ്റെ കൂടെ തന്നെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും നല്ല ഒറിജിനാലിറ്റി ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ കണ്ടോ, ഒരുപാടെണ്ണം ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇപ്പം ഞാനിവിടെ തൽക്കാലത്തേക്ക് ആ ഗേൾ ഫ്രണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ലവർ എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഇമേജാണ് ജനറേറ്റ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വിത്ത് ലവർ എന്ന് കൊടുത്തു. ലവർ എന്ന് കൊടുത്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അവിടെയും നമുക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇമേജുകൾ ജനറേറ്റ് ആയി. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമേജൊക്കെ ഒറിജിനാലിറ്റി തന്നെ ജനറേറ്റ് ആവും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളിലുള്ള ക്യാരക്ടറൊന്നും യാഥാർത്ഥ്യത്തിൽ ജീവിച്ചിരിക്കുന്നവരല്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ വെബ്സൈറ്റ് തന്നെ ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഇമേജാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് എടുത്തും അല്ലാതെ നിങ്ങളുടെ ഭാവനയിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് ഫോട്ടോസിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിസ്മയങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് open.ai.com എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.